ശ്രീ എ സമ്പത്ത്, ഈ മുഹൂർത്തത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഏത് തരത്തിലാണ് ഇനി ഭീകരതയെ തോൽപ്പിക്കാനുള്ള വിജയം സാധ്യമാകുന്നത്? ശ്രദ്ധിക്കുക, ഒരു വിധത്തിലുമുള്ള വിഭാഗീയതയോ ഒരു വിധത്തിലും മനുഷ്യരെ വേർതിരിക്കുന്നതായ ഒരു സന്ദേശത്തിനും ഇടയില്ല എന്ന് ഈ ഭീകരവാദത്തിന് ശേഷം ഇന്ത്യ തെളിയിച്ചതാണ്. കശ്മീരിലെ ജനത തന്നെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തി അവിടെ വ്യാപകമായി ജമ്മുവിലും കാശ്മീരിലും ഭീകരതയ്ക്കെതിരെ അവർ ഭീകരതയുടെ രൂപത്തിന് കോലം കത്തിച്ചുകൊണ്ട്, പാകിസ്ഥാൻ്റെ കോലം കത്തിച്ചുകൊണ്ടാണ് അവർ ഹർത്താൽ അടക്കം നടത്തിയത്. ഇതടക്കം അജിംഷാദ്, ഈ പഹൽഗാമിലെ ബൈസറണിൽ 27 പേരുടെ അവിടെ വിനോദയാത്രയ്ക്കെത്തിയ നമ്മുടെ സഹോദരീ സഹോദരന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഒപ്പം തങ്ങളുടെ അതിഥികളായി അവിടേക്ക് എത്തിയതായ വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ ആക്രമിക്കുന്നത് തടയുന്നതിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച കുതിരസവാരിക്കാരായ ആളുകളെ കൊണ്ടുപോയി അവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പ്രതിഫലം കൊണ്ട് തൻ്റെ കുടുംബം അത്തരത്തിൽ പുലർത്തുന്ന, അധ്വാനിച്ച് ജീവിക്കുന്ന അഭിമാനിയായ ഒരു മനുഷ്യൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ കാശ്മീരിയാണ്. അങ്ങനെ 27 പേരാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ അകാലത്തിൽ മൃത്യുവിന് കീഴടങ്ങേണ്ടി വന്ന ആ സഹോദരീ സഹോദരന്മാരുടെ കുടുംബാംഗങ്ങളോട് നമുക്ക് അനുശോചനം രേഖപ്പെടുത്താം. ആ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. ഞാൻ ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ വാക്കുകളിലും പ്രത്യേകിച്ച് ഈ ഒരു ചർച്ചയിൽ ഈ ഒരു സമയത്തെല്ലാം രാഷ്ട്രീയമായ പരിപ്രേക്ഷ്യങ്ങൾ കടന്നു വരാതിരിക്കാനായി ഞാൻ വളരെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ തുടക്കം ബ്രിഗേഡിയർ പറഞ്ഞെടുത്തു നിന്ന് തന്നെ വരാം. ഞാൻ ഒരു 3-4 തവണയെങ്കിലും കുറഞ്ഞത് 1997 മുതൽ ഇങ്ങോട്ടുള്ളൊരു കാലം നോക്കിയാൽ ഒരു 4 അല്ലെങ്കിൽ 5 തവണയെങ്കിലും ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളും അതിൻ്റെ അതിർത്തി ഉൾപ്പെടെ പോകാനായി ഭാഗ്യം ലഭിച്ചൊരുത്തനാണ്, പാർലമെൻ്ററി ഡെലിഗേഷൻ്റെ ഭാഗമായും അല്ലാതെ. ഇന്ത്യയിൽ ആദ്യമായി സിയാച്ചിൻ സന്ദർശിച്ച പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയായിരുന്നു ഞാൻ 1997. ഇപ്പോൾ ബ്രിഗേഡിയർ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുന്നത്, നമ്മൾ സാധാരണ സംസ്ഥാനങ്ങളിലുള്ള സുരക്ഷാ സംവിധാനത്തിൻ്റെ 4 മടങ്ങെങ്കിലുമാണ് ജമ്മു കാശ്മീരിലെ സുരക്ഷാ സംവിധാനം എന്നത്. അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മറ്റു പല സംസ്ഥാനങ്ങൾ, ഈ നമ്മൾ അപ്പുറത്ത് ചൈന, അതുപോലെ തന്നെ നേപ്പാൾ, ഇപ്പുറത്ത് മ്യാൻമാർ, പിന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ്റെ നമ്മൾ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അങ്ങനെയെല്ലാം ആ സംസ്ഥാനങ്ങൾ, അങ്ങനെ ഇന്ത്യയുടെ മറ്റയൽ രാജ്യങ്ങളുമായിട്ടൊക്കെ ഈ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ജമ്മു കാശ്മീരിൻ്റേതായ ഒരു പ്രത്യേക രാഷ്ട്രീയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ളതാണ്. അതിർത്തിയിൽ പട്ടാളം തന്നെയാണ്. ബ്രിഗേഡിയർ നേരത്തെ സൂചിപ്പിച്ചു അത്. അദ്ദേഹം അവിടെ നോർത്തേൺ കമാൻഡിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് അവിടെ സേവനമനുഷ്ഠിച്ചതാണ്. ഇന്ത്യൻ ആർമി, പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CRP, കേന്ദ്ര റിസർവ് പോലീസ്, അതുപോലെ മറ്റ് പാരാമിലിറ്ററി ഫോഴ്സുകൾ, പിന്നെ സംസ്ഥാന പോലീസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 4 മടക്ക് എങ്കിലും നമ്മൾ 4 ലെയർ എന്ന് പറയുന്നത്, ചിലപ്പോൾ അതിനും അപ്പുറം ഉണ്ടാവാം. അതിനപ്പുറം എന്നുള്ളത് നമ്മുടെ ദൃഷ്ടിയിലേക്ക് വരാത്തതായിട്ടുള്ള രഹസ്യാന്വേഷണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. ഇവിടെ ഇപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം, അത് ഇനി അതിനെക്കുറിച്ച് തർക്കിച്ചിട്ട് വലിയ കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് വളരെ അടുത്തല്ല ഈ സ്ഥലം. അപ്പോൾ ഒരു 200ഓളം കിലോമീറ്റർ അങ്ങനെ നുഴഞ്ഞു കയറി വരികയും സാധാരണഗതിയിൽ ആളുകൾ അങ്ങനെ പോകാത്ത, ടൂറിസ്റ്റുകളല്ലാതെ മറ്റാരും അങ്ങനെ പോകാത്തതായിട്ടുള്ള ഒരു, ഇപ്പോൾ നമ്മളത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അഗമ്യമായ, അല്ലെങ്കിൽ ഒരു ഇൻഅക്സസിബിൾ എന്നൊക്കെ പറയാവുന്ന, എത്തിച്ചേരാനൊക്കെ വളരെ പ്രയാസമാണ്. കുതിരപ്പുറത്ത് മാത്രമേ എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. നല്ല പരിചയമുള്ള
കുതിര സവാരിക്കാർക്ക് മാത്രമേ അവിടെ മറ്റുള്ളവരെയും കൊണ്ടുപോകാനായി കഴിയുള്ളൂ. നമ്മുടെ അതിർത്തിയിലും വലിയ ഈ ഹിമാലയ സ്ഥാനങ്ങളിലെല്ലാം ഡ്രൈവ് ചെയ്യുന്ന 4 വീൽ ഡ്രൈവ് ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വല്ലാത്ത ധൈര്യശാലികളായിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. നമ്മളൊക്കെ അവരുടെ മുന്നിൽ തോറ്റുപോകും. അതുപോലെ ഉള്ള ഈ സ്ഥലത്തേക്ക് അത് സാഹസികമായി നമ്മുടെ വിനോദസഞ്ചാരികൾ അത് ഇഷ്ടപ്പെടുന്നവർ അത്തരത്തിൽ പോകുമ്പോൾ ഇങ്ങനെ മരണം പതിയിരിക്കുന്നു എന്ന് ആരും തന്നെ അവരുടെ ദുസ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയുടെ ഇതുവരെ വന്ന വിവരങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന് ലഭിച്ചതായ വിവരങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഭീകരവാദികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നും അതിലൊന്ന് പഹൽഗാമാണ് എന്നുമുള്ള വിവരം നൽകിയിരുന്നു. അങ്ങനെ നൽകിയിരുന്ന വിവരം അതിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് സമയത്ത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഗൗരവത്തിലെടുത്ത് വേണ്ട ജാഗ്രത അവിടെ പുലർത്തിയില്ല, സുരക്ഷ ഒരുക്കിയില്ല? 2, അവിടേക്ക് എത്തുന്നതായിട്ടുള്ള വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഒരുക്കേണ്ടതായിട്ടുള്ള കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടതിന് ശേഷം, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നേരത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം ജോയിൻറ്റ് കമാൻഡ്, ബ്രിഗേഡിയർക്ക് നന്നായിട്ടറിയാം അത്തരം കാര്യങ്ങൾ, ജോയിൻറ്റ് കമാൻഡ് എന്ന് പറയും അത്തരം കാര്യങ്ങൾ, സൈനിക ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് തന്നെ ഗവർണർ ഉൾപ്പെടെ അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒക്കെ അത്തരത്തിൽ ഈ കാര്യങ്ങളിൽ അവർ, ഇപ്പോൾ നമുക്കിത്തരം ചർച്ചകളിൽ എല്ലാ കാര്യങ്ങളും പറയാനായി കഴിയില്ല. അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഒരുപാട് രഹസ്യാന്വേഷണ വിവരങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നാം അപ്പുറത്തേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതും ഇത് തടയുന്നതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഡോക്ടർ ഫാബിയൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നയതന്ത്രപരമായ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും അതിൽ വളരെ ഒരു സൂക്ഷിച്ചാണ്, വളരെ കരുതലോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു കാര്യം അവിടെ ഉണ്ടായതിന് എതിരായി ജമ്മു കാശ്മീരിലെ ജനത ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജനതയിലും അതുപോലെ തന്നെ ഇന്ത്യൻ മനസാക്ഷിയിലും മതപരമായ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു കോണുകളിൽ നിന്നും ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഒരു പരിശ്രമവും ദയവായി ഉണ്ടാകരുതെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ. നിർഭാഗ്യകരമായ കാര്യമാണ്. നമ്മൾ ഇത്തരം ചർച്ചകളിലൊക്കെ അങ്ങനെ രൂക്ഷമായി, ഇപ്പോൾ ഞാനും BG വിഷ്ണു എല്ലാം രാഷ്ട്രീയമായി എതിർചേരികളിലൊക്കെ നിൽക്കുന്നവരാണ്, ഞങ്ങൾ അഭിഭാഷകരുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ നോക്കുക, പലരുടെയും മനസ്സിൻ്റെ കോണുകളിലെല്ലാം ഇങ്ങനെ വിഷസർപ്പങ്ങളെ മുട്ടയിട്ടതുപോലെയുള്ള അത്തരത്തിലുള്ള ചില വർഗീയതയുടെ ബഹിർസ്ഫുരണങ്ങൾ ഇവിടെ ഈ മരണത്തെയും അത്തരത്തിൽ, അത് തെറ്റാണ്. ഭീകരവാദം മനുഷ്യരാശിയുടെ ശത്രുവാണ്. ഏത് രാജ്യത്തായിരുന്നാലും അത് മനുഷ്യരാശിയുടെ ശത്രുവാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടിപ്പോൾ സർവകക്ഷി യോഗം അവിടെ ചേരുന്നു. സ്വാഭാവികമായി സർവകക്ഷി യോഗത്തിൽ ഗവൺമെൻറ് മറ്റ് രാഷ്ട്രീയ നേതാക്കളോട് പറയുന്ന കാര്യങ്ങൾ അവിടെ റിവീൽ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ പലതും പുറത്തു പറയാനായി കഴിയില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മുഖവിലേക്ക് എടുക്കണം. ഒപ്പം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നതായ ഒരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണെന്നുള്ളത് കൊണ്ടാണ് അജിംഷാദെ അത് മനസ്സിലാക്കേണ്ടത്. ആ ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ലോകത്തോട് പറയാൻ കഴിയാത്തതും എന്നാൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കന്മാരായിരിക്കും പലപ്പോഴും പറയുക. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്താണ്. പാകിസ്ഥാൻ അങ്ങനെ അല്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. പാകിസ്ഥാനിൽ എന്താണ് ജനാധിപത്യം? അല്ല, അവിടെ സൈന്യം എന്ന് പറയുമ്പോൾ സൈന്യം അത് കരസേനയ്ക്കാണ് ആധിപത്യം. ആ കരസേന എന്നുള്ളത് ഒരു സമാന്തര ഗവൺമെൻറ്റാണ്. ആ കരസേന നിയന്ത്രിക്കുന്നത് തന്നെ ആ കരസേനയ്ക്ക് പുറത്തുള്ള വേറെ പലരുമാണ്. അതൊരു ആകെ ഒരു തകർന്നുപോയ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിലേക്കാണ് അതിൻ്റെ പാകിസ്ഥാൻ്റെ ഒരു ചിത്രം എന്നുള്ളത്, ദയനീയമായ ചിത്രം. അയൽവക്കത്ത് അത്തരത്തിൽ ഒരു രാഷ്ട്രം അങ്ങനെ ജനാധിപത്യ സംവിധാനം ഇല്ലാതെ ഇത്തരത്തിൽ നിലനിൽക്കുന്നത് നമുക്കും അത് ഭീഷണി തന്നെ. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ അടിസ്ഥാനമായ വാക്ക് എന്ന് പറയുന്നത്. കാരണം അവിടെയും ജനാധിപത്യമില്ല, അരാജകത്വമാണ്. അതാണ് ഒരുപക്ഷെ ഭീകരർക്ക് ആ നാടിനെ വിളനിലമാക്കാനാകുന്നത്. അതാണ് നമുക്ക് ഭീഷണിയായി എത്തുന്നത്.